ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് മഹാഭാഗവതം ഭീഷ്മ സ്തുതിയാണ് ഇന്ന് ഞാനിവിടെ വായിക്കുന്നത്. ശ്രീഭീഷ്മ ഉവാച ഇതി മധുരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സ്വാത്വത പുങ്കവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദിദ്യുർഹതും പ്രകൃതിമുപേയിഷു യദ്ഭാവപ്രവാഹ. ഭീഷ്മദേവൻ പറഞ്ഞു, ദീർഘകാലം വിവിധ വിഷയങ്ങളിലും ധർമ്മകർമ്മങ്ങളിലും വ്യാപരിച്ചിരുന്ന എൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും സർവശക്തനായ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രതിഷ്ഠാപനം ചെയ്യാൻ എന്നെ ഇപ്പോൾ അനുവദിച്ചാലും. അദ്ദേഹം സദാ ആത്മസംതൃപ്തനാകുന്നു. എന്നാൽ ഭക്തന്മാരുടെ സ്വാമിയാകയാൽ ചിലപ്പോഴൊക്കെ ഭൗതിക ലോകം അദ്ദേഹത്തിൻ്റെ തന്നെ സൃഷ്ടിയാണെങ്കിലും ഇവിടെ അവതരിച്ച് അതീന്ദ്രിയ ആനന്ദം അനുഭവിക്കുന്നു. ത്രിഭുവന കമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനി ബപുരുളകുലാമൃതാനാബ്ജം വിജയ സഖേരതിരസ്തു മേ അനവദ്യ. ശ്രീകൃഷ്ണൻ അർജുനന്റെ ഉറ്റ തോഴനാകുന്നു. തൻ്റെ അതീന്ദ്രിയ സ്വരൂപത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആനന്ദപൂർണമായ സർവാകർഷക ശരീരം നീലവർണ്ണത്തോടു കൂടിയതും തമാലവൃക്ഷത്തോട് സാദൃശ്യമുള്ളതുമാകുന്നു. ഉച്ച, നീച, മധ്യ തുടങ്ങിയ 3 ലോകങ്ങളിലെ ഏവരെയും അദ്ദേഹത്തിന്റെ ശരീരം ആകർഷിക്കുന്നു. അദ്ദേഹത്തിന്റെ തിളങ്ങുന്ന പീതനിർമാർന്ന ഉടയാടകളും ചന്ദ്രലേപനം ചെയ്ത വദനാംബുജവും എന്നെ ആകർഷിക്കുന്ന വിഷയങ്ങളായി ഭവിക്കട്ടെ. ഞാൻ ഉദ്ദിഷ്ട ഫലകാംക്ഷയില്ലാത്തവനായി തീരട്ടെ. യുധിതുരകരജോ വിധുമ്രവിശ്വകചലുളിതശ്രമവാര്യലം കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാന ത്വജിവിലസ്തകവചേ അസ്തു കൃഷ്ണ ആത്മാ. രണാങ്കണത്തിൽ ശ്രീകൃഷ്ണൻ മിത്രമായ അർജുനനെ മൈത്രിയുടെ പേരിൽ അതീവ ശ്രദ്ധ നൽകി സംരക്ഷിച്ചു പോന്നു. അശ്വങ്ങളുടെ കുളമ്പടിയാൽ ഉയർന്ന പടിപടലങ്ങളാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാറിപ്പറക്കുന്ന തലമുടി ചാരനിറമായി മാറി. സാരഥിയായി കർമ്മം നിർവഹിക്കിയാൽ അദ്ദേഹത്തിന്റെ വദനാംബുജം മുഖം വിയർപ്പുതുള്ളികളാൽ നനഞ്ഞു കുതിർന്നു. ഈ സർവ്വവിധ അലങ്കാരങ്ങളും എൻ്റെ മൂർച്ചയേറിയ ശരങ്ങളാൽ ഞാൻ ഏൽപ്പിച്ച തീവ്രമായ ക്ഷതങ്ങളുമൊക്കെ അദ്ദേഹം സന്തോഷപൂർവ്വം ആസ്വദിച്ചു. അപ്രകാരം എൻ്റെ മനസ്സ് ശ്രീകൃഷ്ണനിൽ എത്തിച്ചേരാൻ അനുവദിക്കുക. സപതി സഖി വചോ നിശമ്യമത്തേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുഷ്ണ കൃതവതി പാർത്ഥ സഖേരധിർമ്മമാസ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ മിത്രത്തിന്റെ ആജ്ഞയനുസരിച്ച് രഥം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെയും ദുര്യോധനന്റെയും സേനാവ്യൂഹങ്ങൾക്ക് മധ്യ നിർത്തുകയും പ്രതിയോഗികളുടെ ആയുസ് കൃപാപുരസമായ കടാക്ഷത്താൽ ലഘൂകരിക്കുകയും ചെയ്തു. ആ കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ഏകാഗ്രമായി തീരട്ടെ. വ്യവഹിത പൃഥനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ്യമുഖസ്യ ദോഷബുദ്ധ്യാ കുമതി മകരദാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേ അസ്തു. അർജുനൻ തന്റെ മുന്നിലുള്ള സേനാംഗങ്ങളെയും സൈന്യാധിപന്മാരെയും വീക്ഷിച്ച് അജ്ഞാനത്താൽ കലങ്ങിയ മനസ്സുമായി നിന്നപ്പോൾ ഭഗവാൻ അതീന്ദ്രിയ ജ്ഞാനം ഉപദേശിച്ച് ആ അജ്ഞാനത്തെ പൂർണ്ണമായി നശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭഗവാന്റെ പാദാംബുജരത്തിൽ സദാകൃഷ്ണനായി ഞാൻ നിലകൊള്ളുമാറാകട്ടെ. സ്വനിഗമപഹായ മത്പ്രതിജ്ഞ അമൃതമധികർത്തുമഭപ്ലുതോ രഥസ്ഥാ ധൃതരഥചരണോഭയാചലഗ്ദോർ ഹരിരിവഹന്തുമിഭം ഗതോത്തരീയഃ. എന്റെ ഭീഷ്മർ ആഗ്രഹം നിറവേറ്റാനായി അദ്ദേഹം ഭഗവാൻ സ്വന്തം ശപഥം പരിത്യജിച്ചുകൊണ്ട് രഥത്തിൽ നിന്നിറങ്ങി രഥചക്രം എടുത്തുകൊണ്ട് ഉത്തരീയം നിലത്ത് വീണതുപോലും അറിയാതെ ദ്രുതഗതിയിൽ എന്റെ നേരെ സിംഹം ആനയെ കൊല്ലാൻ എന്ന പോലെ പാഞ്ഞെടുത്തു.
ശിതവിശിഖഹതോ വിശീർണദംശ ക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വഥാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. മോക്ഷദായകനായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ പരമ ആത്യന്തികമായ പ്രാപ്യസ്ഥാനമായി തീരട്ടെ. യുദ്ധഭൂമിയിൽ മൂർച്ചയേറിയ ശരങ്ങളാൽ ഞാൻ ഏൽപ്പിച്ച മുറിവുകൾ നിമിത്തം ക്രോധത്താൽ എന്ന പോലെ അദ്ദേഹം എന്റെ നേരെ പാഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ കവചം ഛിന്നഭിന്നമാവുകയും മുറിവുകളാൽ അദ്ദേഹത്തിന്റെ ശരീരം രക്തപൂരിതമാവുകയും ചെയ്തു. വിജയരഥ കുടുംബ ആത്തതോത്രേ ഹൃദയരശ്മിനി തശ്രീയേക്ഷണീയേ ഭഗവതീരതിരസ്തു മേ മുമൂർഷോർ യം ഇക നിരീക്ഷാഹതാഗതാ സ്വരൂപം. മരണവേളയിൽ എന്റെ പരമമായ ആകർഷണം പരമദിവ്യോത്തമ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ. വലത് കരത്തിൽ ചാട്ടവാറും ഇടതു തൃക്കയിൽ കടിഞ്ഞാണുമേന്തി എല്ലാ തരത്തിലും അർജുനന്റെ രഥത്തെ അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ച പാർത്ഥസാരഥിയിൽ ഞാൻ എന്റെ മനസ്സ് ഏകാഗ്രമാക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിന്റെ ദർശനം നേടിയവർ മരണശേഷം തങ്ങളുടെ മൗലിക രൂപം പ്രാപിച്ചു. ലളിതഗിതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യ ഉന്മദാന്താഹ പ്രകൃതി മകൻ കിലയസ്യ ഗോപവദ്വഹ. എന്റെ മനസ്സ് ഭഗവാൻ കൃഷ്ണനിൽ തന്നെ ഉറച്ചു നിൽക്കണമേ. അദ്ദേഹത്തിന്റെ ചരണങ്ങളും പ്രേമപൂർവമായ മന്ദഹാസവും വ്രജഭൂമിയിലെ കന്യകമാരെ മോഹിപ്പിച്ച് ആനന്ദപരവശരാക്കി. വ്രജകന്യകമാർ ഭഗവാന്റെ സവിശേഷമായ ചരണങ്ങളെ അനുകരിച്ചു. രാസനൃത്തത്തിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ മുനിഗണ നൃപവര്യ സംകുലേ അന്തഃ സദസി യുധിഷ്ഠിര രാജസൂയ ഏഷാം അർഹണമുപപേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാ. മഹാരാജാവ് യുധിഷ്ഠിരനാൽ അനുഷ്ഠിക്കപ്പെട്ട രാജസൂയജ്ഞത്തിൽ ലോകത്തിലെ എല്ലാ വിശിഷ്ട വ്യക്തികളും ആഢ്യരും രാജാക്കന്മാരും പണ്ഡിതരും സമ്മേളിച്ചു. ആ മഹാസദസ്സിൽ ശ്രീകൃഷ്ണ ഭഗവാനെ അത്യുദാത്തമനായ പരമദിവ്യോത്തമ പുരുഷനായി ഏവരും ആരാധിച്ചു. ഇപ്രകാരം ആരാധിച്ചത് എന്റെ സാന്നിധ്യത്തിലായിരുന്നു. അങ്ങനെ ഭഗവാനിൽ എന്റെ മനസ്സിനെ സ്ഥിതമാക്കുവാൻ ഞാൻ ഈ സംഭവത്തെ സ്മരിച്ചു. തം ഇമമഹജം ശരീരഭാജാം ഹൃദി ഹൃദി ദിഷ്ടിതാത്മകൽപിതാനാം പ്രതിദൃശമിവ നൈകധാർമ്മകമേകം സമധിഗതോ അസ്മി വിധൂതഭേദമോഹഃ. തം ഇമമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ദിഷ്ടിതാത്മക കൽപിതാനാം പ്രതിദൃശമിവ നൈകധാർഗമേകം സമധിഗതോ അസ്മി വിധൂതഭേദമോഹഃ. ഇപ്പോൾ എന്റെ മുന്നിൽ അവതരിച്ചിരിക്കുന്ന ഏകാവലംബവും ഏക ആശ്രവുമായ ആ ഏക ഭഗവാനായ ശ്രീകൃഷ്ണ ഭഗവാനെ എനിക്ക് പൂർണ്ണ ഏകാഗ്രതയോടുകൂടി ആരാധിക്കാൻ കഴിയുന്നു. തന്നിമിത്തം എനിക്ക് ഇപ്പോൾ ഏവരുടെയും ഹൃദയത്തിൽ, മാനസിക വിചക്ഷകന്മാരുടെ പോലും ഹൃദയത്തിൽ അചിന്ത്യ വൈഭവനായി കുടികൊള്ളുന്ന ഭഗവാന്റെ സാന്നിധ്യത്തെ സംബന്ധിച്ച ദ്വൈതമെന്ന മിഥ്യാസങ്കല്പത്തെ ഞാൻ അധകരിച്ചിരിക്കുന്നു. അദ്ദേഹം ഏവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. സൂര്യനെ വ്യത്യസ്തമായി ദർശിക്കുന്നുവെങ്കിൽ തന്നെയും സൂര്യൻ ഏകമാകുന്നു. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാക്ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മാനമാവേശ്യ സോ അന്ധശ്വാസ ഉപാരമത. സൂതഗോസ്വാമി അരുളി ചെയ്തു. അപ്രകാരം ധന്യാത്മാവായ ഭീഷ്മർ വിശ്വാത്മക സ്വരൂപനായ പരമാത്മാവിൽ ശ്രീകൃഷ്ണനെ വിലയം പ്രാപിച്ചു. പരമദിവ്യോത്മ പുരുഷനിൽ മനസ്സാലും വാക്കാലും ദൃഷ്ടിയാലും പ്രവൃത്തിയാലും സ്വയം നിമജ്ജിപ്പിച്ച് നിശബ്ദമായി ആ ഭക്തോത്തമന്റെ ശ്വാസം നിലച്ചു. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാക്ദൃഷ്ടിവൃത്തിഭി ആത്മന്യാത്മനമാവേശ്യ സോ അന്ധശ്വാസ ഉപാരമത. സൂതഗോസ്വാമി അരുളി ചെയ്തു. അപ്രകാരം ധന്യാത്മാവായ ഭീഷ്മർ വിശ്വാത്മക സ്വരൂപനായ പരമാത്മാവിൽ ശ്രീകൃഷ്ണനെ വിലയം പ്രാപിച്ചു. പരമദിവ്യോത്മ വിഷ്ണു മനസ്സാലും വാക്കാലും ദൃഷ്ടിയാലും പ്രവൃത്തിയാലും സ്വയം നിമജ്ജിപ്പിച്ച് നിശബ്ദമായി ആ ഭക്തോത്തമന്റെ ശ്വാസം നിലച്ചു.
ബദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭുസ്തേ തുഷ്ണിം വയാംസി വദിന്നാത്യയേ. സംബന്ധ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭുസ്തേ തുഷ്ണീം വയാംസി വദിനാദ്യയേ. പരമോത്കൃഷ്ടവും പരമപരിപൂർണവും നിത്യസമ്പൂർണവുമായ അനന്തമായ നിത്യതയിൽ ഭീഷ്മദേവൻ വിലയം പ്രാപിച്ചു എന്നറിഞ്ഞ് അവിടെ സന്നിധികരായവരെല്ലാം ദിനാന്ത്യത്തിലെ പക്ഷികളെ പോലെ നിശബ്ദരായി തീർന്നു. തത്ര ദുന്ദൂഭയോനേതുർ ദേവമാനവവാദിതാഹ ശശംസു സാധവോ രാജ്ഞാം കാൽപേതു പുഷ്പവൃഷ്ടയഃ. തത്ര ദുന്ദുഭയോനേതുർ ദേവമാനവവാദിതാഹ ശശംസു സാധവോ രാജ്ഞാം കാൽപേതു പുഷ്പവൃഷ്ടയഃ. അനന്തരം മാനവരും ദേവന്മാരും ആദരസൂചകമായി പെരുമ്പറ മുഴക്കുകയും സത്യസന്ധരായ രാജകീയ ഗുണങ്ങൾ ബാഹ്യചേഷ്ടകളൊക്കെ ഉള്ള വികാരങ്ങൾ ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിക്കാൻ ആരംഭിക്കുകയും ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. അനന്തരം മാനവരും ദേവന്മാരും ആദരസൂചകമായി പെരുമ്പറ മുഴക്കുകയും സത്യസന്ധരായ രാജകീയ ഗണങ്ങൾ ബാഹ്യചേഷ്ടകളാലുള്ള വികാരങ്ങളാൽ ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിക്കാൻ ആരംഭിക്കുകയും ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. തസ്യ നിർഹരണാദിനി സംഭരേ തസ്യ ഭാർഗവ യുധിഷ്ഠിരകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ അഭവത്. തസ്യ നിർഹരണാദിനി സംഭരേ തസ്യ ഭാർഗവ യുധിഷ്ഠിരകാരയിത്വാ മുഹൂർത്തം ദുഃഖിതോ അഭവത്. ഹേ ഭൃഗുവംശജ ശൗനകൻ, ഭീഷ്മദേവന് യഥോചിതമായ വൈദിക ആചാരപ്രകാരമുള്ള ഉദകകർമ്മം നിർവഹിച്ച ശേഷം മഹാരാജാവ് യുധിഷ്ഠിരൻ തന്റെ അമിത ദുഃഖം നിയന്ത്രിക്കാനായില്ല. തുഷ്ടുവുർമുനയോ ഹൃഷ്ട കൃഷ്ണം തദ്ഗുഹ്യനാമഭിഃ തതസ്തേ കൃഷ്ണഹൃദയ ശ്രോശമാൻ പ്രയയുഃ പുനഃ. തുഷ്ടവുർമുനയോ ഹൃഷ്ട്വാ കൃഷ്ണം തദ്ഗുഹ്യനാമഭിഃ തതസ്തേ കൃഷ്ണഹൃദയാഃ ശ്വാശ്രമാൻ പ്രയയുഃ പുനഃ. അവിടെ സന്നിഹിതരായിരുന്ന എല്ലാ ശ്രേഷ്ഠ ഇഷ്ടിമാരും രഹസ്യമായ മന്ത്രങ്ങളാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പുകഴ്ത്തി. അനന്തരം എല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാനെ സദാ അവരുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവരവരുടേതായ ആശ്രമത്തിലേക്ക് മടങ്ങി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം തത്സത്. ഇന്ന് ഇവിടെ വായിച്ച ശ്രീമദ് മഹാഭാഗവത്തിലെ ഭീഷ്മദേവന്റെ വിയോഗത്തിൽ എന്ന അധ്യായത്തിലെ ഭീഷ്മസ്തുതി ഇന്ന് നമ്മുടെ സത്സംഗത്തിലെ അമൃതമാതാജിയുടെ അച്ഛൻ ഈ ഭൗതിക ലോകം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഭഗവാന്റെ മുന്നിൽ, ഗുരുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ.